ഹലോ ഗൈസ്, സൗരവാണ്. നിങ്ങളാരെങ്കിലും ഒരു ടി വി വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ഹയർ എന്ന ബ്രാൻഡിൻ്റെ ടി വി വാങ്ങാനേ പാടില്ല. വാങ്ങിക്കഴിഞ്ഞാൽ എന്നെപ്പോലെ നിങ്ങൾക്കും പണി കിട്ടും. അങ്ങനെ ഹയറിൻ്റെ ടി വി വാങ്ങി വഞ്ചിക്കപ്പെട്ട ഒരു സാധാരണക്കാരനാണ് ഞാൻ. അത്രയ്ക്കും വളരെ മോശം സർവീസാണ്, മോശം പ്രൊഡക്റ്റാണ്. 3 തവണയായിട്ട് ഹയറിൻ്റെ ടീം എനിക്ക് റീപ്ലേസ്മെൻറ്റ് യൂണിറ്റ് ആയിട്ട് തന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഓത്തറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ നിന്നും ആൾ വന്ന് ഇൻസ്പെക്ട് ചെയ്തിട്ട് പറയുകയാണ് മാനുഫാക്ചറിങ് ഡിഫക്റ്റാണ്, ഇത് റിപ്പയർ ചെയ്യാൻ പറ്റില്ല, റീപ്ലേസ്മെൻറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് വാറണ്ടി കഴിയുന്നവരെ 3 തവണ അവർ റീപ്ലേസ് ചെയ്ത് തന്നു. വാറണ്ടി കഴിഞ്ഞപ്പോൾ അവർ കൈമലർത്തി. പിന്നെയും അതേ ഇഷ്യൂ വന്നു. ഓരോരോ റീപ്ലേസ്മെൻറ്റ് അടക്കം ഞാൻ മാസങ്ങളോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അത്രയ്ക്ക് മോശം അനുഭവമാണ് എനിക്ക് ഹയറിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് കിട്ടിയത്. ഞാൻ പറയുന്ന കാര്യങ്ങൾക്കൊക്കെയുള്ള കംപ്ലീറ്റ് ഡോക്യുമെൻറ്റ്സ് കൂടെ ഞാൻ കാണിച്ചു തരാം. കൂടാതെ നിങ്ങൾക്ക് ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാലും മതി, ഹയർ ടി വി പാനൽ ഇഷ്യൂ. ഒരുപാടധികം കസ്റ്റമേഴ്സിന് ഇതേ കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇതേപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കോ നിങ്ങളുടെ കൂട്ടുകാർക്കോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. കൂടാതെ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനൊരു സെലിബ്രിറ്റിയോ ഇൻഫ്ലുവൻസറോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയം 4 പേർ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. എങ്ങനെയാണ് ഇവർ എന്നെയും നിങ്ങളെയും പോലെയുള്ള കസ്റ്റമേഴ്സിനെ വഞ്ചിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. 2021 ഏപ്രിൽ 30-നാണ് ഞാൻ 44,000 രൂപയ്ക്ക് ഹയറിൻ്റെ 50 ഇഞ്ച് 4K LED ടി വി പർച്ചേസ് ചെയ്തത്. വാങ്ങിച്ചത് ഒരു ഓഫ്ലൈൻ ഷോപ്പിൽ നിന്നാണ്. നല്ലൊരു ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പായിരുന്നു അത്. അവിടെ പോയി പർച്ചേസ് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവരുടെ ടെക്നീഷ്യൻസ് വന്ന് ഫിറ്റ് ചെയ്ത് തന്നു. നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി. കുഴപ്പമൊന്നുമില്ല. പർച്ചേസ് ചെയ്ത ബില്ലാണിത്. എന്നിട്ട് ഏകദേശം 1 വർഷമാകുമ്പോൾ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ പിങ്ക് ലൈനും ഗ്രീൻ ലൈനും ഒക്കെ വരാൻ തുടങ്ങി. പിന്നെ ഡിസ്പ്ലേ കംപ്ലീറ്റ്ലി ബ്ലാക്കായി. ഓഡിയോ ഉണ്ട്, പക്ഷേ വിഷ്വൽസ് ഇല്ല. നമ്മൾ നേരെ വാങ്ങിച്ച ഷോപ്പിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ അവർ ഹയറിൻ്റെ സർവീസ് സെൻറ്ററിൽ സർവീസ് റിക്വസ്റ്റ് റേസ് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവരുടെ ഓത്തറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ നിന്നും ടെക്നീഷ്യൻസ് വന്നു, ഇൻസ്പെക്ട് ചെയ്തു. അയാൾ ജസ്റ്റ് ഡിസ്പ്ലേ ഒക്കെ ടച്ച് ചെയ്ത് നോക്കി. അയാൾ പറഞ്ഞു ഇത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണ്, ഇത് റിപ്പയർ ചെയ്യാൻ പറ്റില്ല, റീപ്ലേസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അണ്ടർ വാറണ്ടി ആയതുകൊണ്ട് റീപ്ലേസ് ചെയ്ത് തരാം. മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണല്ലോ, വളരെ റെയർ ആയിരിക്കില്ലേ, നമ്മൾ റീപ്ലേസ്മെൻറ്റിന് ഓക്കെ പറഞ്ഞു. അങ്ങനെ ഏകദേശം 1-2 മാസം കഴിഞ്ഞപ്പോൾ 2022 മെയ് 12 ഇവരുടെ ആദ്യത്തെ റീപ്ലേസ്മെൻറ്റ് യൂണിറ്റ് വന്നു. നമ്മൾ ആദ്യം പർച്ചേസ് ചെയ്തത് 50 ഇഞ്ചിൻ്റെ ടി വി ആയിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് റീപ്ലേസ്മെൻറ്റ് യൂണിറ്റ് ആയിട്ട് കിട്ടിയത് 58 ഇഞ്ചിൻ്റെ ടി വിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മൗണ്ടിങ് പോയിൻ്റൊക്കെ വീണ്ടും റീഡ്രിൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതിനൊരു ഫിറ്റിംഗ് ചാർജ് എന്ന് പറഞ്ഞിട്ട് 1980 രൂപ നമ്മൾ അങ്ങോട്ട് പേ ചെയ്യേണ്ടി വന്നു. അങ്ങനെ അവർ ടി വി ഫിറ്റ് ചെയ്തു, ടി വി യൂസ് ചെയ്യാൻ തുടങ്ങി. കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഏകദേശം ഒരു 5 മാസം കഴിഞ്ഞപ്പോൾ ടി വി പിന്നെയും ഇതേ പ്രശ്നം, അതായത് പിങ്ക് ലൈനും ഗ്രീൻ ലൈനും ഒക്കെ വരാൻ തുടങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ വിഷ്വൽസ് പോയി. ഓഡിയോ ഒക്കെ ഉണ്ട്, പക്ഷേ വിഷ്വൽസ് ഇല്ല. അപ്പോൾ നമ്മൾ വീണ്ടും വാങ്ങിച്ച ഓഫ്ലൈൻ ഷോപ്പിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്തു. അവർ ഹയറിൻ്റെ സർവീസ് റിക്വസ്റ്റ് റേസ് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവരുടെ ടെക്നീഷ്യൻ വന്നു, ഇൻസ്പെക്ട് ചെയ്തു. അപ്പോൾ അയാൾ പറയുകയാണ് ഇത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണ്, റിപ്പയർ ചെയ്യാൻ പറ്റില്ല, റീപ്ലേസ് ചെയ്ത് തരാം, വാറണ്ടിയിലായതുകൊണ്ട് റീപ്ലേസ് ചെയ്ത് തരാം. നോക്കണേ, ഇത് 2ാമത്തെ റീപ്ലേസ്മെൻ്റ് ആണ് നടക്കാൻ പോകുന്നത്. 2 തവണ ഒരേ കംപ്ലയിൻറ്റ്, അതായത് ഡിസ്പ്ലേയിൽ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കാരണം ഉണ്ടായ കംപ്ലയിൻറ്റ് കാരണം 2ാമത്തെ റീപ്ലേസ്മെൻ്റ് ആണ് നടക്കാൻ പോകുന്നത്. റീപ്ലേസ്മെൻറ്റ് നമ്മൾ ഓക്കെ പറഞ്ഞു. അങ്ങനെ 1-2 മാസം കഴിഞ്ഞ് 2022 നവംബർ 24-ന് 2ാമത്തെ റീപ്ലേസ്മെൻറ്റ് യൂണിറ്റ് വന്നു. ഇപ്പോഴും 58 ഇഞ്ചിൻ്റെ ടി വിയാണ് കിട്ടിയത്. ഒരു ഫിറ്റിംഗ് ചാർജായിട്ട് 300 രൂപ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വന്നു. അങ്ങനെ 2ാമത് വന്ന റീപ്ലേസ്മെൻറ്റ് യൂണിറ്റ് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി. വീണ്ടും ഒരു 4-5 മാസം കഴിഞ്ഞപ്പോൾ ഡിസ്പ്ലേ പിന്നെയും പോയി. അതേ കംപ്ലയിൻറ്റ്, അതായത് ഡിസ്പ്ലേയിൽ ഗ്രീൻ ലൈനും ബ്ലൂ ലൈനൊക്കെ വന്ന് പിന്നെ വിഷ്വൽസ് പോയി, ഓഡിയോസൊക്കെ ഉണ്ട്. പിന്നെയും വാങ്ങിച്ച ഷോപ്പിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്തു. അവർ ഹയറിൻ്റെ സർവീസ് റിക്വസ്റ്റ് റേസ് ചെയ്തു. സെയിം സ്റ്റോറി, സർവീസ് റിക്വസ്റ്റ് റേസ് ചെയ്തു. അവർ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇൻസ്പെക്ഷൻ ആൾ വന്നു. ഇൻസ്പെക്ട് ഡേറ്റ് പറയുകയാണ് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണ്, റിപ്പയർ ചെയ്യാൻ പറ്റില്ല, റീപ്ലേസ് ചെയ്ത് തരാം. അങ്ങനെ 1-2 മാസം കഴിഞ്ഞു. റീപ്ലേസ്മെൻറ്റ് യൂണിറ്റ് വന്നു. റീപ്ലേസ്മെൻറ്റ് യൂണിറ്റ് ഫിറ്റിംഗ് ചാർജ് മറ്റൊരു 300 രൂപ നമ്മൾ എക്സ്ട്രാ പേ ചെയ്തു. അങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേ പ്രശ്നം, പിങ്ക് ലൈനും ഗ്രീൻ ലൈനൊക്കെ വന്നു, വിഷ്വൽസ് ഇല്ല, ഓഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും നേരെ പർച്ചേസ് ചെയ്ത ഓഫ്ലൈൻ ഷോപ്പിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്തു. അവർ പറയുകയാണ് വാറണ്ടി കഴിഞ്ഞതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. ഈ കംപ്ലയിൻറ്റ് വരുന്നത് മെയ് 3-ാം ഏപ്രിൽ 30-ന് വാറണ്ടി കഴിഞ്ഞു. 3 വർഷത്തെ വാറണ്ടി ഏപ്രിൽ 30-ന് കഴിഞ്ഞു. മെയ് 3-ാം ഇതിൻ്റെ ഡിസ്പ്ലേ വീണ്ടും പോയി. നേരെ നമ്മൾ ഓത്തറൈസ് സർവീസ് സെൻറ്ററിൽ വിളിച്ചു. അപ്പോൾ അവരും പറയുകയാണ് വാറണ്ടി കഴിഞ്ഞതുകൊണ്ട് ഇതിനൊരു സർവീസ് ചാർജ് ഉണ്ടാവും. 58 ഇഞ്ചിൻ്റെ ടി വി ആയതുകൊണ്ട് തന്നെ അത് 1000 രൂപയുടെ മുകളിലായിരിക്കും. പിന്നെ പാനൽ ഇഷ്യൂ, അതായത് ഡിസ്പ്ലേ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ അതിന് 17,000 രൂപയാണ് ഡിസ്പ്ലേ റീപ്ലേസ്മെൻറ്റിന് വരുന്നത്. വാറണ്ടി കഴിഞ്ഞതുകൊണ്ട് ഇത് കസ്റ്റമർ തന്നെ പേ ചെയ്യണമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും പൈസ പോയി, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. 44,000 രൂപ കൊടുത്ത് വാങ്ങിച്ചിട്ട് ഏകദേശം 1 വർഷം തികച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല. അത്രക്കും കംപ്ലയിൻസ് ആണ് ഈ ഒരു ടി വി ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 4 മാസം കഴിഞ്ഞ് യൂട്യൂബിൽ ഞാൻ ജസ്റ്റ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വീഡിയോ കണ്ടു. ഒരു ടി വി, അതായത് ഹയറിൻ്റെ ടി വി, ഇതേ ടി വിക്ക് തന്നെ പാനൽ ഇഷ്യൂ ആയിട്ടുള്ള ഒരാളിട്ട വീഡിയോ. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ജസ്റ്റ് യൂട്യൂബിൽ നിങ്ങൾക്ക് തന്നെ നോക്കാൻ പറ്റും ഹയർ ടി വി പാനൽ ഇഷ്യൂ.
ഒരുപാടധികം കംപ്ലയിൻറ്റ്സ് ആണ് ഇതിനെ പറ്റിയിട്ട് കിട്ടിയിട്ടുള്ളത്. അതായത് സെയിം ഇഷ്യൂ, ഗ്രീൻ ലൈനും പിങ്ക് ലൈനൊക്കെ വരുന്നു, പിന്നെ വിഷ്വൽസ് ഇല്ല, ഓഡിയോ മാത്രമേ ഉണ്ടാവും. ഒരുപാട് കസ്റ്റമേഴ്സ് ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എൻ്റെ കയ്യിലുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഞാനൊരു മെയിൽ ഇവരുടെ customerssupport@hireindia.com എന്ന കസ്റ്റമർ സപ്പോർട്ട് ഇമെയിലോട്ട് ഞാൻ എൻ്റെ കംപ്ലയിൻറ്റ് മെയിൽ അയച്ചു. ഒരു ഓട്ടോമാറ്റഡ് റെസ്പോൺസ് വന്നു. അതായത് അഡ്രസ്സും ഫോൺ നമ്പറും കൂടെ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവരുടെ ഓതറൈസ് സർവീസ് സെൻറ്ററിൽ നിന്ന് എനിക്കൊരു കോൾ വന്നു. ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ റേറ്റ് ഉണ്ടായിരുന്നില്ലേ, ഇത് വാറണ്ടി കഴിഞ്ഞതുകൊണ്ടും ഒരു 58 ഇഞ്ചിൻ്റെ TV ആയതുകൊണ്ടും ഒരു ഇൻസ്പെക്ഷൻ ചാർജ് 1000 രൂപയുടെ മുകളിൽ ഉണ്ടാവും. ഡിസ്പ്ലേ ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ 17,000 രൂപയായിരിക്കും പാനൽ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി. വാറണ്ടി ഇല്ലാത്തതുകൊണ്ട് കസ്റ്റമർ തന്നെ പേ ചെയ്യണമെന്ന് പറഞ്ഞു. ഇൻസ്പെക്ഷൻ വേണ്ട, കാരണം ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതേ കംപ്ലയിൻറ്റ് വന്നാൽ ആ റീപ്ലേസ് ചെയ്ത ഡിസ്പ്ലേക്ക് പോലും വാറണ്ടി കിട്ടില്ല. ദിവസങ്ങൾ കടന്നുപോയി. 2025 മാർച്ച് 2-ാം തീയതി ഞാൻ ഇവർക്ക് വീണ്ടും മെയിൽ അയച്ചു. പക്ഷേ ഇത്തവണ ഞാൻ കൺസ്യൂമർ കോർട്ടിനും കൂടെ ടാഗ് ചെയ്ത് വെച്ചു. അപ്പോൾ കാണാൻ ഇവർ പെട്ടെന്ന് തന്നെ ഇവർ റിപ്ലൈ തരാൻ തുടങ്ങി കസ്റ്റമർ സപ്പോർട്ടിൽ. അതേസമയം കൺസ്യൂമർ കോർട്ടിലെ ആൾക്കാർ ഇത് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു. ഇതിൻ്റെ ഡോക്കറ്റ് നമ്പറും കൂടെ അയച്ചു തന്നു. ഇൻസ്പെക്ഷന് ആൾ വിളിക്കുന്നു, ആൾ വന്ന് ഇൻസ്പെക്ട് ചെയ്യുന്നു. ഒരു ഇൻസ്പെക്ഷൻ ചാർജായിട്ട് അന്ന് 500 രൂപയും കൊടുക്കുന്നു. ആൾ വന്ന് ചെക്ക് ചെയ്യുന്നു. ജസ്റ്റ് ഡിസ്പ്ലേ ഒക്കെ ടാപ്പ് ചെയ്ത് നോക്കി, പിന്നെ ബാക്ക് പാനൽ അഴിച്ചു, എന്നിട്ട് കംപ്ലീറ്റ് വീഡിയോസൊക്കെ എടുത്ത് നോക്കി. എന്താണ് കംപ്ലയിൻ്റ് എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയുകയാണ് ഓഫീസിൽ നിന്ന് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അയാൾ പോയി. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു. അവരുടെ സർവീസ് സെൻ്ററിൽ നിന്ന് ആരും എന്നെ വിളിച്ചില്ല. അപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി. പലതവണ വിളിച്ചിട്ട് ഇവർ ഫോൺ എടുക്കുന്നില്ല. ഒരു ഏകദേശം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇവർ ഫോൺ എടുത്തിട്ട് പറയുകയാണ്, സാർ പലതവണ ഞാൻ നിങ്ങളെ വിളിച്ചായിരുന്നു, കോൾ കണക്റ്റ് ആയില്ല എന്ന്. ഞാൻ തർക്കിക്കാൻ നിന്നില്ല, കാരണം നമ്മുടെ ഇപ്പോഴത്തെ വിഷയം അതല്ല. എന്നിട്ട് അവർ പറയുകയാണ് വാറണ്ടി കഴിഞ്ഞതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യാൻ കസ്റ്റമർ അതിനെ പേ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ കംപ്ലീറ്റ് പറഞ്ഞു. അതായത് 3 തവണയാണ് നിങ്ങൾ റീപ്ലേസ്മെൻറ്റ് നടത്തിയത്. ഓരോ റീപ്ലേസ്മെൻറ്റ് നടക്കാൻ ഇത്രത്തോളം ഡിലേ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ഇതിൻ്റെ പുറകെ ഞാൻ നടന്നിട്ടുണ്ട്. അവർ വീണ്ടും ചെക്കിങ് ആളെ വിടാമെന്ന് പറഞ്ഞു. ഏകദേശം ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇൻസ്പെക്ഷൻ ആൾ വന്നു. ആളും പാനലൊക്കെ അഴിച്ച് നോക്കി. ഇതിൻ്റെ മോഡൽ നമ്പറും സീരിയൽ നമ്പറും എല്ലാം വീഡിയോ എടുത്തു. അതേപോലെ തന്നെ ബാക്ക് പാനൽ അഴിച്ച് അതിൻ്റെ ബോർഡ് റീപ്ലേസ് ചെയ്ത് നോക്കി, ഡിസ്പ്ലേ ഒക്കെ ടച്ച് ചെയ്ത് നോക്കി. എന്നിട്ടൊന്നും ശരിയായില്ല, വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു. 3-ാമത്തെ ദിവസം ഞാൻ അവരെ അങ്ങോട്ട് വിളിച്ചു. ഫോൺ എടുത്തില്ല. ഒരാഴ്ചയോളം ഞാൻ പലതവണ വിളിച്ചു, എന്നിട്ടൊന്നും അവർ ഫോൺ എടുത്തില്ല. എന്നിട്ട് ഒരു ദിവസം ഫോൺ എടുത്തിട്ട് അവർ പറയുകയാണ് ഹയറിൻ്റെ ബ്രാഞ്ച് മാനേജർ ഉണ്ട്, അയാളെ വിളിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ നമ്പറും കൂടെ തന്നു. അതിലും ഞാൻ പലതവണ വിളിച്ചു, എന്നിട്ടൊന്നും ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ ഒരു ദിവസം അയാൾ ഫോൺ എടുത്തിട്ട് പറയുകയാണ്, സാർ റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ ഇപ്പോൾ ഈ TV ഡിസ്കണ്ടിന്യൂഡ് ആണ്. ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ആൻഡ്രോയിഡ് 4K 55 ഇഞ്ചിൻ്റെ LED TV, അതിന് വില 44,790 രൂപയാണ്. അപ്പോൾ എൻ്റെ TV അവർ RMA എടുത്തിട്ട്, അതായത് റിട്ടേൺ മെർച്ചൻഡൈസ് ഓതറൈസേഷൻ ചെയ്തിട്ട്, ഒരു ഇലക്ട്രോണിക് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ 4 വർഷം ആയതുകൊണ്ടും ഡിപ്രീസിയേഷൻ എമൗണ്ട് 13,200 രൂപയാണ്. ആ ഒരു എമൗണ്ടും കൂടെ ഡിസ്കൗണ്ട് ചെയ്ത് തരാം. ബാക്കി എമൗണ്ട് ആയിട്ടുള്ള 31,590 രൂപ ഞാൻ പേ ചെയ്യണം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ഒരു TV പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വാറണ്ടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ TV അവർ റിട്ടേൺ എടുത്തിട്ട് എൻ്റെ TVയുടെ ഇപ്പോഴത്തെ വിലയായിട്ടുള്ള 13,200 രൂപ പുതിയ TVയുടെ എമൗണ്ടിൻ്റെ അതിൽ നിന്ന് കുറച്ച് തരാം, ബാക്കി എമൗണ്ട് ഞാൻ പേ ചെയ്യണം, പുതിയ TVക്ക് വാറണ്ടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇത്രത്തോളം കംപ്ലയിൻറ്റ്സ് ആണ്, മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിട്ടുള്ള കംപ്ലയിൻ്റ് ആണ് ഇത്രയും നാളും നിങ്ങൾ തന്നിട്ടുള്ള TVൻ്റെ അന്ന് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇനി നിങ്ങളുടെ TV വേണ്ട, അതായത് ഹയർ എന്ന ബ്രാൻഡിൻ്റെ TV വേണ്ട, നിങ്ങൾ എനിക്ക് എമൗണ്ട് റീഫണ്ട് ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു റീഫണ്ട് പറ്റില്ല, പുതിയ TV റീപ്ലേസ് ചെയ്ത് തരാം, പക്ഷേ ബാക്കി എമൗണ്ട് ഞാൻ പേ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പർച്ചേസ് ചെയ്ത TVയുടെ സെയിൽസ് ചാർട്ട് എടുത്ത് നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പർച്ചേസ് ചെയ്ത TV അവർ 2023 ഓഗസ്റ്റിൽ 4-ാം തീയതി അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തു. ലാസ്റ്റ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞത് 21,000 രൂപയാണ്. അതായത് 44,000 രൂപയും കൊടുത്ത് ഞാൻ പർച്ചേസ് ചെയ്ത മോഡൽ TV അവർ അവസാനമായി വിറ്റത് 21,000 രൂപയ്ക്കാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വാറണ്ടി കഴിയുന്നത് വരെ മാത്രം നിങ്ങൾക്ക് TV യൂസ് ചെയ്താൽ മതിയെന്നുണ്ടെങ്കിൽ, പലതവണ സർവീസ് സെൻറ്ററിൽ കയറി ഇറങ്ങി മാത്രം നിങ്ങൾക്ക് TV യൂസ് ചെയ്താൽ മതിയെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഹയർ എന്ന ബ്രാൻഡിൻ്റെ TV പർച്ചേസ് ചെയ്യാവുന്നതാണ്. അല്ലാത്തവർക്ക് മറ്റു നല്ല ബ്രാൻഡ്സിൻ്റെ TV നോക്കാവുന്നതാണ്. ഇമെയിൽ വഴി കൺസ്യൂമർ കോർട്ടിൽ രജിസ്റ്റർ ആയിട്ടുള്ള കംപ്ലയിൻറ്റ് വാറണ്ടി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡ് തന്നെ ക്ലോസ് ചെയ്തു. ഇതെന്തായാലും വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. 2 ദിവസം കൂടെ കഴിഞ്ഞാൽ കോഴിക്കോട് കൺസ്യൂമർ കോർട്ടിൽ നേരിട്ട് പോയി പരാതി കൊടുക്കുന്നതായിരിക്കും. ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റ്സുകൾ അറിയാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. കൂടാതെ ഇതേപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കണ്ട. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ദ ഡിവൈൻ കാസ്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.